ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് പോക്കോന്റെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് ഡിവൈസ്, എന്നാൽ അടിപൊളി പെർഫോമൻസും അടിപൊളി സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും നല്ലൊരു ക്യാമറ എക്സ്പീരിയൻസോടുകൂടി വരുന്ന ഒരു ഡിവൈസാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. പോക്കോ M7 5G. അപ്പോൾ പോക്കോന്റെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് ഡിവൈസാണ് ഇത്. 10,000 രൂപയ്ക്ക് താഴെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ഇതിന്റെ ക്യാമറ എക്സ്പീരിയൻസ് എങ്ങനെയാണ്, പ്രോസസ്സർ ഏതാണ്, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് എല്ലാം തന്നെ നമ്മൾ വിശദമായി പറയുന്നതാണ്. പോക്കോന്റെ M7 5G. അപ്പോൾ നമുക്കറിയാം പോക്കോ ഡിവൈസസ് എല്ലാം തന്നെ നല്ല പ്രൈസിങ്ങും അതേപോലെ നല്ല ഫീച്ചേഴ്സും എല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ട് വരാറുണ്ട്. ഈ അടുത്തിറങ്ങിയ എക്സ് സീരീസ് ഒക്കെ കണ്ടില്ല, നല്ല കിഡിലും പ്രൈസിംഗ് ആയിരുന്നു, നല്ല വാല്യൂ ഫോർ മണി ഡിവൈസാണ്. അങ്ങനത്തെ വേറൊരു ബഡ്ജറ്റ് ഡിവൈസ്, അതായത് നിങ്ങൾ ഒരു എൻട്രി ലെവൽ ഡിവൈസാണ് നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാവുന്ന ഒരു ഡിവൈസാണ് പോക്കോ M7 5G. നമുക്ക് ഡീറ്റെയിൽ ആസ്പെക്ട്സിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് അൺബോക്സിംഗ് ചെയ്യാം. ബോക്സിന്റെ ബാക്കിൽ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. 6.88 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ്. അത് HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. പിന്നെ പ്രോസസർ സ്നാപ്ഡ്രാഗൺ 4 Gen 2 5G പ്രോസസർ ആണ്. 4 നാനോമീറ്റർ ആർക്കിടെക്ചർ ആണ്. 50 മെഗാപിക്സൽ സോണി സെൻസർ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വിശദമായി പറയാം. 5160 mAh ബാറ്ററി. ഷോമിന്റെ ഹൈപ്പർ OS ആണ് വരുന്നത്. സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ്. അതേപോലെ IP52 റേറ്റിംഗും ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഓഷ്യൻ ബ്ലൂ എന്ന് പറയുന്ന കളറാണ്. 6/128 അതേപോലെ 8/128 വേരിയന്റുമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് തുറക്കാം. അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കാം. അപ്പം മുകളിൽ തന്നെ നമ്മുടെ ഫോണാണ്. ഫോണൊന്ന് ജസ്റ്റ് മാറ്റി വെക്കാം. ബാക്കി എന്തൊക്കെയാണ് ബോക്സിനകത്ത് നോക്കാം. ഇതിനകത്ത് വരുന്നത് ഒരു സിം ഇജക്ടർ പിന്നാണ്. അതേപോലെ തന്നെ മാനുവൽ ആൻഡ് വാറന്റി ഇൻഫർമേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഉണ്ടല്ലേ, ഡ്യുവൽ നാനോ സിമ്മോ അതേപോലെ SD കാർഡും സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൂടെ കാണാം. സാർ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.851 ആണ്. ഹെഡ് സാറ്, ബോഡി സാറ് 1.764. അപ്പോൾ അതാണ് സാർ വാല്യൂ. പിന്നെ സിം ഇജക്ടർ പിൻ കാണാം. അഗെയിൻ ഒരു ചാർജർ കാണാം, ചാർജിങ് കേബിൾ കാണാം. USB Type-C ചാർജിങ് കേബിൾ ആണ്. പിന്നെ ഒരു 33 വാട്ട് അഡാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. ഇതല്ലേ, 33 വാട്ട് അഡാപ്റ്റർ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇത് 18 വാട്ടേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ ചാർജിങ്. അപ്പോൾ 33 വാട്ട് കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഡിവൈസസ് ഉണ്ടെങ്കിൽ ചാർജ് ചെയ്യാം. 33 വാട്ട് വരെ സപ്പോർട്ട് ചെയ്യുന്ന ചാർജറാണ് ബോക്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. 5160 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി ഡിവൈസ് നമുക്കൊന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് പോക്കോ M7 5G. അപ്പോൾ പോക്കോ M7 5Gന്റെ ഫസ്റ്റ് നമ്മൾക്ക് ഇതിന്റെ ഹാർഡ്വെയർ ആസ്പെക്ട്സ് ഒന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6.88 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ്. 720p HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ്. അതേപോലെ 600 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. അതിനൊപ്പം തന്നെ നമുക്ക് ഈ ഡിസ്പ്ലേ TUV റൈൻലാൻഡ് സർട്ടിഫൈഡ് ആണ്. അതായത് SGS ഐ പ്രൊട്ടക്ഷൻ സർട്ടിഫിക്കേഷനും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിസ്പ്ലേ ഹാർഡ്വെയർ പറയുകയാണെങ്കിൽ. ഇനി ഇതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഹൈപ്പർ OS ആണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് സ്നാപ്ഡ്രാഗൺ 4 Gen 2 മൊബൈൽ പ്ലാറ്റ്ഫോമാണ്. റാമും റോമും ഞാൻ ഓൾറെഡി പറഞ്ഞു. 6/128 8/128 രണ്ട് വേരിയൻ്റാണ് വരുന്നത്. ഇത് മോണോ സ്പീക്കറാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. 150% സൂപ്പർ വോളിയം എന്ന് പറഞ്ഞ ഫംഗ്ഷനാലിറ്റി കൂടി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതിനകത്ത് LPDDR4X റാമും UFS 2.2 ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് ബേസിക് ഹാർഡ്വെയർ ആസ്പെക്ട്സ് പറയുക. നമുക്ക് ഇതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഡിസൈനാണ്. ഇവിടെ ഒരു കർവ്ഡ് ഡിസൈനാണ്. ഇവിടെ കുറച്ച് ഗ്ലോസിയാണ്. ഇവിടെ ഒരു മാറ്റ് ഫിനിഷാണ്. പോക്കോ 5G ചെയ്യണം. ക്യാമറ യൂണിറ്റ് പ്രൈമറി 50 മെഗാപിക്സൽ ക്യാമറ ആണ്. പിന്നെ ഒരു സെക്കൻഡറി ഡെപ്ത് സെൻസറാണ്. ഡ്യുവൽ ക്യാമറയാണ്. ഇവിടെ LED ഫ്ലാഷും 50 മെഗാപിക്സൽ ചെയ്യണം. ഇവിടെയൊക്കെ നമുക്ക് നല്ല മാറ്റ് ഫിനിഷാണ്. വോളിയം റോക്കർ കേസ് കാണാം. അതേപോലെ തന്നെ ഇതാണ് നമുക്ക് എന്താ പറയുക, ഫിംഗർ പ്രിന്റ് സ്കാനറായിട്ട് യൂസ് ചെയ്യാവുന്നത്. സിം ട്രേ കാണാം. 3.5mm ഓഡിയോ ജാക്ക് ഇൻക്ലൂഡഡ് ആണ്. അതിനൊപ്പം തന്നെ നമുക്ക് താഴെ USB Type-C പോർട്ട് സ്പീക്കർ യൂണിറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ വാട്ടർ ഡ്രോപ്പ് നോച്ചാണ്. പിന്നെ ഈ താഴത്തെ ബെസൽസ് കിട്ടില്ലേ, കുറച്ചധികം തന്നെയാണ്. എന്നാലും ബഡ്ജറ്റ് സെഗ്മെന്റ് 10,000 രൂപയ്ക്ക് താഴെയുള്ള ഫോണുകളിലേക്ക് എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്. വാട്ടർ ഡ്രോപ്പ് നോച്ചാണ്. ഈ ഒരു ബെസിൽ മാത്രമേ കുറച്ചധികം ഉള്ളൂ. ബാക്കി എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫോണൊന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ല ഒരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് വരുന്നത്. 600 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബ്രൈറ്റ്നസ് ഉണ്ട്. പിന്നെ ടച്ച് റെസ്പോൺസ് നല്ല സ്മൂത്ത് ആണ് കേട്ടോ. നല്ല ഒരു TUV റൈൻലാൻഡ് ഒക്കെ സർട്ടിഫൈഡ് ആയ
ഡിസ്പ്ലേ ആയത് വരെ നല്ലൊരു സ്മൂത്ത്നെസ് ഉണ്ട്. അതേപോലെ ഐ പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ മൂവീസൊക്കെ വാച്ച് ചെയ്യാനൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. ഓൾദോ വാട്ടർ ഡ്രോപ്പ് ആണെങ്കിലും നല്ല ലാർജ് ഡിസ്പ്ലേ ആണ്. കളേഴ്സൊക്കെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം വിവിഡ് ആയിട്ട് എനിക്ക് തോന്നി. നല്ല ഒരു എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി നമുക്ക് ഇന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഡിസ്പ്ലേൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു വലിയ കോംപ്രമൈസ് ഒന്നുമില്ല. ബഡ്ജറ്റ് ഡിവൈസ് ആണ്, അതിനനുസരിച്ചുള്ള ഒരു നല്ല ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ടച്ച് റെസ്പോൺസും നല്ലതായിട്ട് എനിക്ക് തോന്നി. ഇനി നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകാം. സോഫ്റ്റ്വെയറിൽ വരുന്നത് നമുക്ക് ഇതിനകത്ത് ഷവമിൻ്റെ ഹൈപ്പർവോയ്സ് ആണ്. ഓൾറെഡി ഒരു അപ്ഡേറ്റ് വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന ആൻഡ്രോയിഡ് 14 വരുന്നുള്ളൂ. അതേപോലെ തന്നെ ഡിസംബറിലെ പാച്ചാണ്. ഡീറ്റെയിൽ സ്പെക്സ് നോക്കി കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 4 Gen 2 മൊബൈൽ പ്ലാറ്റ്ഫോമാണ്. ഇതിനകത്ത് 2 years ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ നോക്കാം. അപ്പോൾ കണ്ടില്ലേ, ഷവമി ഹൈപ്പർവോയ്സിൻ്റെ അപ്ഡേറ്റിന് ഹൈപ്പർവോയ്സ് 2.0ൻ്റെ അപ്ഡേറ്റ് അല്ല, ബേസിക് അപ്ഡേറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ 2 years ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ആണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. 4 years ഓഫ് സെക്യൂരിറ്റി പാച്ചസും ആണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ സോഫ്റ്റ്വെയറിന്റെ കാര്യം പറയുമ്പോൾ ഇത് കണ്ടില്ലേ, ബ്ലോട്ട്വെയർസ് ഒരുപാടുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഒരുപാട് ബ്ലോട്ട്വെയർസ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ആസ് യൂഷ്വൽ പോക്കോയിൽ വരുന്ന എല്ലാ ബ്ലോട്ട്വെയർസും പോലെ തന്നെ ഇത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാന്നുള്ളതാണ് ആകെയുള്ള ഒരു ആശ്വാസം. എന്നാൽ ഒരുപാട് ബ്ലോട്ട്വെയർസ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് ക്ലീൻ അപ്പ് ചെയ്യാം. നമുക്ക് വേണ്ടാത്ത എല്ലാ ആപ്സും ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. അപ്പോൾ നല്ല ക്ലീൻ യു ആയിട്ട് കിട്ടും. എനിക്ക് ഒന്ന് ബേസിക് ആയ കുറേ ഗെയിംസ് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. ഇതെല്ലാം ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞാൽ തന്നെ നമുക്ക് നല്ല ഒരു എക്സ്പീരിയൻസ് കിട്ടും. കാരണം ഈ ആപ്സ് ഒക്കെ തന്നെ ഒരുപാട് അൺവാണ്ടഡ് നോട്ടിഫിക്കേഷൻ ഒക്കെ തരും. അപ്പോൾ അത് ഒരു നമ്മുടെ എക്സ്പീരിയൻസ് മോശമാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ അൺവാണ്ടഡ് ആപ്സ് ഒക്കെ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. നല്ല ഒരു യു ഐ എക്സ്പീരിയൻസ്. നമുക്കറിയാലോ ഷവമിൻ്റെ ഹൈപ്പർവോയ്സ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു യു ഐ ആണ്. ടച്ച് റെസ്പോൺസ് നല്ലതാണ്. അതേപോലെ തന്നെ നമുക്ക് ആപ്പ് റെസ്പോൺസ് ടൈം ഒക്കെ നല്ലതാണ്. സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്ന് പറഞ്ഞത് നല്ലൊരു ബജറ്റ് ചിപ്പാണ്. LPDDR4X റാമും UFS 2.2 ഉണ്ട്. അപ്പോൾ ഏറെക്കുറെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇഷ്യൂസ് ഒന്നും തോന്നിയില്ല. നല്ല റെസ്പോൺസീവ് യു ഐ ആണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ 120 Hz റിഫ്രഷ് റേറ്റ് കൊണ്ട് ഉണ്ടാവുന്നത് തന്നെ നമ്മുടെ ഡിസ്പ്ലേ എക്സ്പീരിയൻസ് വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ സോഫ്റ്റ്വെയറും പെർഫോമൻസും എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല. പിന്നെ ഇതിനകത്ത് മോണോ സ്പീക്കറാണ് വരുന്നത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡ്യുവൽ സിം കാർഡ് സപ്പോർട്ട് ഉണ്ട്. 5G സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. ഇനി അടുത്ത് നമുക്ക് ക്യാമറയിലോട്ട് പോകാം. അപ്പോൾ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. ഇൻഫാക്ട് ഇതൊരു 50 MP പ്രൈമറി ക്യാമറയാണ്. ഈ ക്യാമറയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ സോണി സെൻസറാണ് ഈ പ്രൈസ് സെഗ്മെന്റ് കൊടുത്തിരിക്കുന്നത്. സോണി IMX 852 സെൻസറാണ് പ്രൈമറി ക്യാമറ വരുന്നത്. പിന്നെ ഒരു ഡെപ്ത് സെൻസർ പോർട്രേറ്റിനൊക്കെ വേണ്ടിയിട്ടുള്ള 2 MP ഷൂട്ടറാണ് വരുന്നത്. ഫ്ലാഷും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമുക്ക് ക്യാമറ മോഡ്യൂൾ ഉണ്ട്, നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് ഒരു ക്യാമറ മോഡ്യൂളാണ്. അപ്പം പ്രൈമറി ക്യാമറ 50 MP സോണി സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. f1.8 അപ്പേച്ചർ ആണ്. ഇനി വീഡിയോ റെക്കോർഡിങ്ങിന്റെ കാര്യമാണ് 1080p at 30 FPS ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ക്യാമറയാണെങ്കിൽ അഗെയിൻ ഒരു 8 MP ഷൂട്ടറാണ്. അതും 1080p റെസൊല്യൂഷനാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ക്യാമറേന്റെ UI ഒന്ന് നോക്കാം. ജസ്റ്റ് വളരെ ക്വിക്കായിട്ട് നമുക്ക് ക്യാമറ UI ഒന്ന് നോക്കാം. അതുണ്ടല്ലേ, ക്യാമറ UI ടിപ്പിക്കൽ ഷവമി ഫോൺസിനെ പോലെ തന്നെയാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഇത് മുകളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫീച്ചേഴ്സ് എല്ലാം കാണാം. വാട്ടർമാർക്ക്, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കാണാം. ഇവിടെ നമുക്ക് വീഡിയോ റെക്കോർഡിംഗ്, പോർട്രേറ്റ്, നൈറ്റ് മോഡ് ഉണ്ട്. 50 MP മോഡും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ബേസിക്കായ എല്ലാ ഓപ്ഷൻസ് തന്നെ ഉണ്ട്. വീഡിയോ റെക്കോർഡിംഗ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1080p റെസൊല്യൂഷനാണ് മാക്സിമം സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഇതെല്ലാം പോക്കോ M7 എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. ആക്ച്വലി ക്യാമറ സാമ്പിൾസ് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. ഈ ഒരു 10,000 രൂപയുടെ താഴെയുള്ള പ്രൈസ് സെഗ്മെന്റിൽ നല്ല ഒരു ക്യാമറ എക്സ്പീരിയൻസ് ആണ് പോക്കോ M7 പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിലൊരു സംശയമില്ല. നല്ല ക്വാളിറ്റിൻ്റെ നല്ല ഡീറ്റെയിൽസും കളേഴ്സൊക്കെ നല്ല റിച്ച് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു പോക്കോ M7 ക്യാമറ ഈ പ്രൈസ് സെഗ്മെന്റ്, അതായത് 10,000 രൂപയുടെ പ്രൈസ് സെഗ്മെന്റിൽ വർത്ത് ആണോ അല്ലയോ എന്നുള്ളത് എല്ലാം തന്നെ ഡീറ്റെയിൽഡ് ആയി കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ബാറ്ററിയിലോട്ട് പോകാം. പക്ഷേ അതിന് മുമ്പായിട്ട് ഇതിന്റെ ഡിസൈൻ കാര്യം പറഞ്ഞപ്പോൾ ഇതിന്റെ വെയിറ്റും തിക്നെസ്സും പറയാനും വിട്ടു. ഇതിനകത്ത് ആക്ച്വലി 205 grams ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. 8.2 mm തിക്കാണ്. അപ്പോൾ അത്രയ്ക്ക് തിക്കൊന്നുമല്ല, വെയിറ്റ് ഓക്കെ, മാനേജബിൾ ആണ്. നല്ല ഒരു ലാർജ് ഡിവൈസ് ആണ്. അതുകൊണ്ട് തന്നെ വെയിറ്റ് കുറച്ചുകൊണ്ട് എന്നാലും കുഴപ്പമില്ല. നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. IP52 റേറ്റിംഗും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാറ്ററിന്റെ കാര്യം പറയുമ്പോൾ 5160 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു കപ്പാസിറ്റിയാണ്. 5160 mAh. 18 watt ചാർജിങ് സപ്പോർട്ടാണ് ഉള്ളത്. എന്നാൽ ബോക്സിനകത്ത് 33 watt ചാർജർ ഇൻക്ലൂഡഡ് ആണ്. 5160 എന്ന് പറഞ്ഞാൽ തന്നെ ഡെഫിനറ്റ്ലി നമുക്ക് ഒരു ദിവസത്തിലേറെ ഈസിലി കിട്ടുന്നുള്ളതിൽ ഒരു സംശയമില്ല.
ബാറ്ററി ലൈഫ് ഡെഫിനറ്റ്ലി നല്ല. പിന്നെ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേയിൽ പവർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ബാറ്ററി ലൈഫ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. അതുകൂടാണ്ട് തന്നെ സ്നാപ്ഡ്രാഗൺ 4 Gen 2 4 നാനോമീറ്റർ ചിപ്പാണ്. അപ്പോൾ നല്ലൊരു എഫിഷ്യൻറ്റ് ചിപ്പും കൂടിയാണ്. അപ്പോൾ നല്ലൊരു സോളിഡ് ബാറ്ററി ലൈഫ് നമുക്ക് ഇതിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു പോക്കോ M7 5Gന്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷനും. നല്ല ഒരു സോളിഡ് എക്സ്പീരിയൻസ് ആണ്. എപ്പോഴത്തെയും പോലെ പോക്കോ നല്ല കോമ്പറ്റീറ്റീവ്ലി പ്രൈസ്ഡ് ആണെന്ന് പറയാം. 10,000 രൂപയ്ക്ക് താഴെ സ്നാപ്ഡ്രാഗൺ 4 Gen 2 5160 mAh ബാറ്ററി, അതേപോലെ തന്നെ നല്ല സ്റ്റൈലിഷ് ഡിസൈനും ലുക്സും നല്ല ക്വാളിറ്റി ക്യാമറ എക്സ്പീരിയൻസും അത്യാവശ്യം നല്ല ഡിസ്പ്ലേയും എല്ലാം കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് നല്ല ഒരു പാക്കേജാണ്. ബജറ്റ് സെഗ്മെന്റ്, അതായത് ഒരു എൻട്രി ലെവൽ സെഗ്മെന്റിൽ എടുക്കാൻ നോക്കുകയാണെങ്കിൽ നല്ല ഒരു ഫോണാണ്. ഡെഫിനറ്റ്ലി നമുക്കിതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു പോക്കോ M7 5Gന്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷനും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കണം. ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് വീഡിയോ. Have a great day.